പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ സ്നേഹത്തിനകത്താണ് നിങ്ങളെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മളെല്ലാം ഈ ദിവസങ്ങളിൽ ക്രിസ്തുവിൻ്റെ പീഡാസഹനവും ക്രൂശീകരണവും അതിനകത്ത് കർത്താവ് കടന്നുപോയ സഹനങ്ങളെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മൾ അതിനെപ്പറ്റി കൂടുതൽ ധ്യാനിക്കും തോറും ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിനകത്ത് നിറയാൻ തുടങ്ങും. ഈ ക്രിസ്തുവിനെ പറ്റി കൂടുതൽ അറിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു ചിന്തയിൽ, എൻ്റെ ഒരു ആശയത്തിൽ ക്രിസ്തുവിനെ പറ്റി നിങ്ങൾ അറിയുന്ന ഓരോ നിമിഷവും നിങ്ങളെപ്പറ്റി കൂടുതൽ അറിയാൻ തുടങ്ങും. കാരണം ക്രിസ്തു എന്നത് വചനം പറയുന്നത് പോലെ ഞാനാകുന്നു വഴിയും സത്യവും ജീവനും. യേശു എന്ന സത്യത്തെ നിങ്ങൾ അറിയും തോറും നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തി സ്വതന്ത്രരാകാനും തുടങ്ങും. അതിനോട് കൂടെ തന്നെ നിങ്ങൾ ആ സ്നേഹത്തിനകത്ത് നിറയാനും തുടങ്ങും. പ്രിയമുള്ളവരെ, നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചു യേശുവിനെ കയ്യഫാസിൻ്റെ ഭവനത്തിനകത്ത് വെച്ച് കൈകാര്യം ചെയ്തതിനെ പറ്റി നമ്മൾ ചിന്തിച്ചു. എന്നാൽ അടുത്ത അധ്യായം, അതായത് മത്തായിയുടെ സുവിശേഷം 27-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യത്തിനകത്ത് ഇങ്ങനെ പറയുന്നു: പ്രഭാതമായപ്പോൾ പ്രധാന പുരോഹിതന്മാരും ജനപ്രമാണികളും യേശുവിനെ വധിക്കേണ്ടതിന് അവനെതിരെ ആലോചന നടത്തി. അപ്പോൾ ഈ പ്രഭാതമായപ്പോൾ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ രാത്രിയിലെ യേശു എവിടെയായിരുന്നു? അതായത് അവർ തലേന്ന് രാത്രി പിടിക്കുന്നു, ഗെത്സമനെ തോട്ടത്തിൽ നിന്ന് പിടിക്കുന്നു. അടുത്ത ദിവസം പ്രഭാതമായപ്പോൾ, ഈ കഴിഞ്ഞ ദിവസം മൊത്തവും ഒരു കോർട്ട് മാർഷൽ പോലെ യേശുവിൻ്റെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും ദ്രോഹിക്കത്തക്ക രീതിയിൽ, അല്ലെങ്കിൽ അത്രയും വേദനിപ്പിക്കത്തക്ക രീതിയിൽ കയ്യഫാസിൻ്റെ ഭവനത്തിനകത്ത് വെച്ച് വളരെ പീഡനങ്ങൾ കടന്നു. നമ്മളത് ചിന്തിച്ചായിരുന്നല്ലോ. എന്നാൽ അടുത്ത ദിവസമായപ്പോൾ യേശുവിനെ അവർ പിടിച്ചു പിലാത്തോസിൻ്റെ മുമ്പിൽ കൊണ്ടുപോകുന്നതിന് മുൻപ് ഈ അടുത്ത ദിവസം വരെ യേശുവിനെ എവിടെ അവർ സൂക്ഷിച്ചു? എന്തായാലും ഒരു രാത്രി മുഴുവനും സഭ ഉണ്ടായിരുന്നില്ലല്ലോ. ഒരു രാത്രി മുഴുവനും കയ്യഫാസിൻ്റെ ഭവനത്തിനകത്ത് വെച്ച് വിചാരണ ആയിരുന്നില്ലല്ലോ. അപ്പോൾ യേശുവിനെ അവർ ഒരു സ്ഥലത്തേക്ക് ഇട്ടു. ആ സ്ഥലത്തിന് പറയുന്ന പേരാണ് ദ സാക്രഡ് പിറ്റ്, അല്ലെങ്കിൽ യേശുവിനെ സൂക്ഷിച്ച ഒരു സ്ഥലം. ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഈ സാക്രഡ് പിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കയ്യഫാസിൻ്റെ ഭവനത്തിൻ്റെ അകത്ത് ഈ ആൾക്കാരെ സൂക്ഷിക്കുന്ന, അല്ലെങ്കിൽ ഇങ്ങനെ പറയപ്പെടുന്നു, അതായത് കുറ്റവാളികളെ പിടിച്ചു കഴിഞ്ഞാൽ അവരെ വിചാരണ ചെയ്തിട്ട് അവിടെ ഇടുന്നൊരു സ്ഥലമായിട്ട് ഇതിനെ പറയപ്പെടുന്നു, സാക്രഡ് പിറ്റ് എന്ന് പറയുന്നത്. ഇത് പരിമിതമായ അറിവുകളിൽ നിന്നാകുന്നു പറയുന്നത്. ഇതിനകത്ത് എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരുത്താം. എന്തായാലും ഈ സാക്രഡ് പിറ്റ് എന്ന് പറയുന്ന സ്ഥലത്തിന് ഒരു 15 സ്ക്വയർ ഫീറ്റും 20 അടി താഴ്ചയുമേ ഉള്ളൂ എന്നാണ് പറയപ്പെടുന്നത്. അതായത് ഇതിൻ്റെ ഒരു സ്ട്രക്ചർ എങ്ങനെയെന്ന് പറഞ്ഞാൽ ഒരു ബോട്ടിൽ നെക്ക് പോലത്തെ ഒരു വാതിൽ, അതായത് അകത്തോട്ട് ഇങ്ങനെ ഇറക്കി നിർത്തുക. ഇതാണ് അതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ജനലുകളില്ല, ഇതിന് വാതിലില്ല, അല്ലെങ്കിൽ ഇതിനകത്ത് വെളിച്ചമില്ല. ഇങ്ങനൊരു അന്തരീക്ഷമാണ്. അതായത് ഇതിങ്ങനെ കുത്തനെ ഒരാളിനെ ഇറക്കി നിർത്തുന്നത് പോലെ, ഒരു ബോട്ടിൽ നെക്ക് പോലെയാണ്. അതപ്പോൾ അദ്ദേഹത്തെ ഇങ്ങനെ സ്ക്വീസ് ചെയ്ത് ഇറക്കുക, പ്രത്യേകിച്ച് കയറി വരാനോ ഒന്നിനും ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനത്തെ ഒരു സാഹചര്യം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു സ്ഥലത്ത് യേശുവിനെ നിർത്തുകയുണ്ടായി. അതിൻ്റെ പ്രത്യേകത ഞാൻ വീണ്ടും പറഞ്ഞുവല്ലോ. അതിനകത്ത് ഇതില്ല, കാറ്റില്ല, അതിനകത്ത് വെളിച്ചമില്ല, അതിനകത്ത് ജനലുകളില്ല, അല്ലെങ്കിൽ അതിനകത്ത് ഡോറുകളില്ല. എന്തിനായിരിക്കും കർത്താവ് യേശു ക്രിസ്തു ഇങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ കടന്നുപോയത്? എന്തിനായിരിക്കും നമ്മുടെ കർത്താവ് ഇങ്ങനെ ഒരു വേദനയിലൂടെ കടന്നുപോയത്? ഞാൻ വിശ്വസിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ജീവിതത്തിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു വഴിയും തെളിയാതിരിക്കുന്ന ഒരു വ്യക്തിയാണോ? ജീവിതത്തിനകത്ത് ഒരു വെളിച്ചവും കാണാതിരിക്കുന്ന ഒരു വ്യക്തിയാണോ? നിങ്ങൾ അങ്ങനെ ഇരിക്കേണ്ട വ്യക്തിയല്ല. കാരണം നമുക്ക് പകരമായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ കടന്നുപോയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എൻ്റെ പ്രിയമുള്ളവരെ, ഇനി ഒരിക്കലും നമ്മൾ അതിലൂടെ കടന്നു പോകാതിരിക്കേണ്ടതിനാണ് നമ്മുടെ കർത്താവ് അതിനകത്തൂടെ കടന്നുപോയെന്ന് നാം വിശ്വസിക്കുന്ന അടുത്ത സെക്കൻഡ് മുതൽ നിങ്ങൾക്കുള്ള വഴികൾ തുറന്നു വരാൻ തുടങ്ങും, നിങ്ങൾക്കുള്ള വാതിലുകൾ തുറന്നു വരാൻ തുടങ്ങും, ആ ഇരുണ്ട അനുഭവങ്ങൾ മാറാൻ തുടങ്ങും. കേവലം ഇത് മാത്രമാണോ? അല്ല. ഞാൻ ഇങ്ങനെ വിശ്വസിക്കുന്നത്, ലോകത്തിൻ്റെ പ്രകാശമായിരുന്ന കർത്താവ് ഒരു സാഹചര്യത്തിനകത്ത് വെളിച്ചം പോലും കാണാത്ത ഒരു ദിവസം കടന്നുപോയെന്നാണ്. അല്ലെങ്കിൽ ലോകത്തിൻ്റെ വെളിച്ചമായിരുന്ന കർത്താവ് നമുക്ക് വേണ്ടി ഇരുട്ടിനകത്തൂടെ കടന്നുപോയി എന്നതാകുന്നു. ഞാനിത് നിങ്ങളോട് പറയുന്ന നേരത്ത് എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവ് അനുഭവിച്ച സഹനം എത്രയോ വലുതാകുന്നു. നമ്മുടെ കർത്താവ് അനുഭവിച്ച സഹനത്തിൻ്റെ ആഴത്തിലേക്ക് നമ്മൾ പോകുന്ന നേരത്ത് അത് വെറുതെ അല്ലെന്ന് നാം മനസ്സിലാക്കേണ്ടി വരും. അത് വെറുതെ അല്ലാത്തത് കൊണ്ട് തന്നെ അതിൻ്റെ ശക്തി നമ്മുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടുവാനും തുടങ്ങും. കർത്താവ് നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. അടുത്ത വീഡിയോയുമായി വരുന്ന നേരത്ത് ദൈവം നിങ്ങളെ തൻ്റെ സ്നേഹത്തിനകത്ത് ആഴത്തിലേക്ക് കൂടുതൽ നയിച്ചു എന്ന വർത്തമാനം കേൾക്കുവാൻ ഞങ്ങൾക്കും ഇടയാകട്ടെ. കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നു. ഗോഡ് ബ്ലസ് യു. പ്രൈസ് ദി ലോർഡ്. ഞാൻ വീണ്ടും പറയട്ടെ, കയ്യഫാസിൻ്റെ ഭവനത്തിനകത്ത് വെച്ച് ആ സാക്രഡ് പിറ്റിൽ കർത്താവ് കിടന്നത് ഞാനും നിങ്ങളും ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു കുഴിയിൽ കിടക്കാതിരിക്കാനാകുന്നു. ഇന്ന് അതിൻ്റെ ഒരു ലൊക്കേഷൻ കൂടെയുണ്ട്. അത് എത്രത്തോളം ആധികാരികമാണെന്ന് അല്ലെങ്കിൽ റിയൽ ആണെന്ന് അറിയത്തില്ല. പക്ഷെ അതിങ്ങനെ പറയപ്പെടുന്നു. അതിന്ന് ജെറുസലേമിനകത്തുള്ള സെയിൻറ്റ് പീറ്റർ ചർച്ച്, അല്ലെങ്കിൽ ഈ ഗല്ലിക്കാണ്ടു എന്ന് പറയുന്ന സെയിൻറ്റ് പീറ്റർ എന്ന് പറയുന്ന ആ ചർച്ചിനകത്ത് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അവിടെയാണ് കയ്യഫാസിൻ്റെ കുടുംബത്തെ അടക്കിയിരിക്കുന്നതെന്നും പറയപ്പെടുന്നു. അപ്പോഴെന്തായാലും ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഇങ്ങനെ ഒരു സഹനത്തിലൂടെ കടന്നുപോയത് നാം സഹിക്കാതിരിക്കേണ്ടതിനാകുന്നു. നമുക്ക് കർത്താവിനെ സ്നേഹിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകും. ഗോഡ് ബ്ലസ് യു. പ്രൈസ് ദി ലോർഡ്. ആമേൻ.